അതേ സന്ദർഭത്തിൽ ളുഹാ നമസ്കാരം അതിൻ്റെ ആദ്യ സമയത്ത് തന്നെ നിർവഹിക്കുകയാണെങ്കിൽ, അഥവാ ഇഷ്റാഖിൻ്റെ സമയം അല്ലെങ്കിൽ ഷുറൂഖിൻ്റെ സമയം ആ സന്ദർഭത്തിൽ നിർവഹിക്കുകയാണെങ്കിൽ, അത് തന്നെ ഒരു പ്രത്യേക കണ്ടീഷനോടുകൂടി നിർവഹിക്കുകയാണെങ്കിൽ പരിപൂർണമായ ഒരു ഹജ്ജും ഉംറയും ചെയ്ത പ്രതിഫലം ലഭിക്കുന്നതാണ്. അതിനാണ് നാം സ്വലാത്തുൽ ഇഷ്റാഖ് എന്ന് പറയുന്നത്. ളുഹാ നമസ്കാരത്തിൻ്റെ മറ്റൊരു പേര് തന്നെയാണ് സ്വലാത്തുൽ ഇഷ്റാഖ്. രണ്ടും വേറെയല്ല. എന്നാൽ സന്ദർഭത്തിനനുസരിച്ച് അതിന് പേര് മാറ്റി നൽകപ്പെട്ടു എന്ന് മാത്രം. ഏതുപോലെ നമ്മുടെ രാത്രി നമസ്കാരത്തിന് തഹജ്ജുദ് നമസ്കാരം, വിത്ർ നമസ്കാരം, ഖിയാമുൽ ലൈൽ എന്നൊക്കെ അതിൻ്റെ സ്വഭാവം പരിഗണിച്ച് വേറെ വേറെ പേര് നൽകിയതുപോലെ സ്വലാത്തുൽ ഇഷ്റാഖ് എന്നത് സ്വലാത്തുൽ ദുഹയുടെ മറ്റൊരു പേരാണ്. അതിന് ഇഷ്റാഖിൻ്റെ നമസ്കാരം എന്ന് പേര് ലഭിക്കാൻ കാരണം സൂര്യൻ ഉദിച്ച ഉടനെ തന്നെ 10 മിനിറ്റ് കഴിയുകയും അതിൻ്റെ ആദ്യ സമയത്ത് തന്നെ അത് നിർവഹിക്കുന്നത് കൊണ്ടാണ്. മാത്രമല്ല അതിൻ്റെ ഒരു പ്രത്യേകതയായി വന്നിട്ടുള്ളത് നമുക്ക് ഹദീസിൽ കാണാൻ സാധിക്കുന്നത്, ഇമാം തബറാനി അദ്ദേഹത്തിൻ്റെ മുഅ്ജമുൽ കബീറിൽ ഉദ്ധരിക്കുന്നത് കാണാം. നബി ഉമാമത റളിയല്ലാഹു തആല അൻഹു ഖാൽ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മൻ സ്വല്ല സ്വലാത്ത സുബ്ഹ്, ആരെങ്കിലും സുബൈ നമസ്കാരം ഫി മസ്ജിദ് ജമാഅത്തിൻ, ജമാഅത്ത് നടക്കുന്ന പള്ളിയിൽ വെച്ച് ആരെങ്കിലും സുബൈ നമസ്കാരം നിർവഹിച്ചു, യസ്ബുതു ഫീഹി ഹത്താ യുസല്ലി സുബ്ഹത ദുഹ, എന്നിട്ട് അയാൾ ആ പള്ളിയിൽ തന്നെ ഇരിക്കുകയാണ് ഏതുവരെ? സുബ്ഹത ദുഹ, ദുഹാ നമസ്കാരം നിർവഹിക്കുന്നതുവരെ. കാന കഅജ്രി ഹാജിൻ ഔ മുഅ്തമിരിൻ താമ്മൻ ഹജ്ജതുഹു വ ഉംറതുഹു, എങ്കിൽ ആ വ്യക്തിക്ക് പരിപൂർണമായ ഒരു ഹജ്ജും ഉംറയും ചെയ്ത പ്രതിഫലം ലഭിക്കുന്നതാണ്. ഇതേ ഗ്രന്ഥത്തിൽ തന്നെ വീണ്ടും നമുക്ക് കാണാം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, മൻ സ്വല്ല സ്വലാത്തൽ ഗദാതി ഫി ജമാഅ, ആരെങ്കിലും ജമാഅത്തായി സുബൈ നമസ്കാരം നിർവഹിക്കുകയും സുമ്മ ജലസ യദ്കുറുല്ലാഹ ഹത്താ തത്ലുഅ അശ്ശംസ്, പിന്നീട് സൂര്യൻ ഉദിക്കുന്നതുവരെ അള്ളാഹുവിനെ ഓർത്തുകൊണ്ട് പള്ളിയിൽ തന്നെ ഇരുന്നു, സുമ്മ ഖാമ ഫറക റകഅത്തൈൻ, അങ്ങനെ സൂര്യൻ ഉദിച്ചതിന് ശേഷം എഴുന്നേറ്റ് 2 റകഅത്ത് നമസ്കരിച്ചാൽ ഇൻഖലബ ബി അജ്രി ഹജ്ജത്തിൻ വ ഉംറ, ഒരു ഹജ്ജിൻ്റെയും ഉംറയുടെയും പ്രതിഫലവും കൊണ്ടാണ് ആ വ്യക്തി വീട്ടിലേക്ക് തിരിച്ചു പോകുന്നത്. അപ്പോൾ ഇത് ളുഹാ നമസ്കാരത്തെ സംബന്ധിച്ചാണ് എന്ന് വളരെ കൃത്യമാണ്. മാത്രമല്ല മഹാനായ അബ്ദുല്ലാഹ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻ ളുഹാ നമസ്കാരത്തിന് അദ്ദേഹം നൽകിയ പേര് സ്വലാത്തുൽ ഇഷ്റാഖ് എന്നാണ്. അഥവാ ഈ ഒരു സമയത്ത് അത് നിർവഹിക്കപ്പെട്ടാൽ അതിന് സ്വലാത്തുൽ ഇഷ്റാഖ് എന്ന് പറയാമെന്ന് അദ്ദേഹം പേര് നൽകിയത് കാണാൻ സാധിക്കും. ഇമാം ഹാക്കിം റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിൻ്റെ മുസ്തദ്റക്കിൽ ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻ അദ്ദേഹത്തിന് ളുഹാ നമസ്കാരത്തെ സംബന്ധിച്ചുള്ള അറിവുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ അദ്ദേഹം കാന ലാ യുസല്ലി ദുഹ, അദ്ദേഹം ളുഹാ നമസ്കാരം നിർവഹിക്കാറുണ്ടായിരുന്നില്ല. എന്നാൽ ഉമ്മുഹാനി റളിയല്ലാഹു തആല അൻഹയുടെ അടുക്കലേക്ക് അദ്ദേഹം പ്രവേശിപ്പിക്കപ്പെട്ടു. ഉമ്മുഹാനി റളിയല്ലാഹു തആല അൻഹ അദ്ദേഹത്തിന് പറഞ്ഞു കൊടുത്തു, ദഖല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫീ ബൈതി ഫസല്ല സ്വലാത്ത ദുഹ 8 റകഅത്തിൻ, അള്ളാഹുവിൻ്റെ റസൂൽ എൻ്റെ വീട്ടിലേക്ക് വരികയും 8 റകഅത്ത് ളുഹാ നമസ്കരിക്കുകയും ചെയ്തു. 8 റകഅത്ത് ളുഹാ നമസ്കരിക്കുകയും ചെയ്തു. ഈ കാര്യം ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന് പറഞ്ഞു കൊടുത്തു. അപ്പോഴാണ് അദ്ദേഹം പറയുന്നത്, ലഖദ് ഖറഅതു മാ ബൈനൽ ലൗഹൈനി ഫമാ അറഫ്തു സ്വലാത്തൽ ഇഷ്റാഖ് ഇല്ല സാഅ, ഞാൻ ഖുർആൻ മുഴുവൻ ഓതി നോക്കിയിട്ടുണ്ട്, പക്ഷേ ഈ സ്വലാത്തുൽ ഇഷ്റാഖ് അത് എന്താണ് എന്ന് എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല. എന്നാൽ യുസബ്ബിഹ്ന ബിൽ അശീ വൽ ഇഷ്റാഖ് എന്ന് സൂറത്തു സ്വാദിലെ 18-ാമത്തെ ആയത്തിലുണ്ട് താനും. ഇഷ്റാഖിൻ്റെ സമയത്തും അതേപോലെ തന്നെ പ്രദോഷ സമയത്തും അവർ അള്ളാഹുവിന് തസ്ബീഹ് ചെയ്തു എന്നത്. എന്നാൽ ആ ഇഷ്റാഖിൻ്റെ നമസ്കാരം അതിൻ്റെ തസ്ബീഹ് ഏതാണ് എന്ന് എൻ്റെ മനസ്സിലേക്ക് എനിക്ക് കൃത്യമായൊരു ധാരണ വന്നിട്ടുണ്ടായിരുന്നില്ല. എന്നാൽ ഇപ്പോൾ അള്ളാഹുവിൻ്റെ റസൂൽ ളുഹാ നമസ്കരിച്ചു എന്ന് കേട്ടപ്പോൾ എനിക്ക് മനസ്സിലായി അതാകുന്നു സ്വലാത്തുൽ ഇഷ്റാഖ്. ഖുർആൻ പറഞ്ഞിട്ടുള്ള യുസബ്ബിഹ്ന ബിൽ അശീ വൽ ഇഷ്റാഖ് എന്നുള്ള ആ ആയത്തിൻ്റെ പൊരുളാണ് അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ പ്രവൃത്തി. അതുകൊണ്ട് സുമ്മ ഖാല ഇബ്നു അബ്ബാസ് ഹാദിഹി സ്വലാത്തുൽ ഇഷ്റാഖ്, അദ്ദേഹം പിന്നീട് പറയാറുണ്ട് ഇതാകുന്നു സ്വലാത്തുൽ ഇഷ്റാഖ്. അപ്പോൾ ളുഹാ നമസ്കാരത്തെ സംബന്ധിച്ച് അദ്ദേഹത്തിന് അറിയിപ്പ് ലഭിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു അത് സ്വലാത്തുൽ ഇഷ്റാഖ് ആകുന്നു. അപ്പോൾ സ്വലാത്തുൽ ഇഷ്റാഖ് തന്നെയാണ് ളുഹാ നമസ്കാരം. അതിൻ്റെ വമ്പിച്ച പ്രതിഫലമാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. അത് അതിൻ്റെ ആദ്യ സമയത്ത് തന്നെ നിർവഹിക്കുക. അതും എങ്ങനെ? പള്ളിയിൽ വെച്ച് ജമാഅത്തായി നിർവഹിച്ചതിന് ശേഷം, സുബൈ നമസ്കാരം നിർവഹിച്ചതിന് ശേഷം അവിടെ തന്നെ ഇരിക്കുക. എന്നിട്ട് സൂര്യൻ ഉദിച്ചതിന് ശേഷം ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞ് 2 റകഅത്ത് ളുഹാ നമസ്കരിച്ചാൽ അതാകുന്നു ഷുറൂഖിൻ്റെ സമയത്തുള്ള ആ ഒരു നമസ്കാരം. അതിന് സ്വലാത്തുൽ ഇഷ്റാഖ് എന്ന് പറയാം. അത് ളുഹാ നമസ്കാരത്തിൻ്റെ ആദ്യ
ഭാഗത്ത് നിർവഹിക്കപ്പെടുന്ന നിസ്കാരം തന്നെയാണ്. അത് ളുഹാ നമസ്കാരമാണ്. അവർക്കൊരു ഹജ്ജിൻ്റെ ഉംറയുടെ പ്രതിഫലം ലഭിക്കുമെന്ന് ഈ ഹദീസുകളൊക്കെ നമുക്ക് മനസ്സിലാക്കി തന്നിരിക്കുന്നു. അൽഹംദുലില്ലാ.